നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഒരാഴ്ചയുടെ അവസാന നിമിഷങ്ങളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഓണത്തിരക്കിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമയമാണ്. സ്കൂളുകളെല്ലാം അടച്ച് ഓണത്തിൻ്റെതായ തിരക്കിലേക്ക് നമ്മളെല്ലാവരും മുഴുകാൻ പോകുന്നു. പല മേഖലയിലും ഓണാഘോഷങ്ങളും മറ്റ് സംവിധാനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ പതിവ് പോലെ എല്ലാ ദിവസവും 9 മണിക്ക് കൂടിച്ചേരുന്നത് പോലെ ഇന്നും കൂടിച്ചേർന്നിരിക്കുന്നു. ലക്ഷ്യമൊന്ന് മാത്രം, നമുക്ക് പരിചയപ്പെട്ട് കിട്ടിയ ഒരു അവസരം അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക, അതിൽ ഏറ്റവും ഉന്നതമായ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ തീർച്ചയായും ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് സാധിക്കും, യാതൊരു സംശയവുമില്ല. ആദ്യമായിട്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ മീറ്റിംഗ് ഹാളിൽ എത്തിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം ഈ ആശയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെ, മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഈ സിസ്റ്റം 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ ഡീസെൻട്രലൈസേഷൻ എന്ന വാക്കിൽ തന്നെ നമുക്ക് ഒരുപാട് അർത്ഥ തലങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. കാരണം ഈ വാക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വാക്കിനെ സാധ്യതകളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും ഈ വാക്കിനെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീസെൻട്രലൈസേഷൻ എന്ന വാക്ക് ഉപയോഗിച്ച് വന്നിരിക്കുന്ന പല പ്രൊജക്റ്റിലൂടെയും ധാരാളം അബദ്ധങ്ങൾ സംഭവിച്ച ആളുകളും ഒരുപക്ഷെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും. എന്നാൽ ഈ സിസ്റ്റത്തിൽ അത്തരം സിസ്റ്റങ്ങളിലെല്ലാം വന്ന വീഴ്ചകൾക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോൺ, ആ സ്മാർട്ട് ഫോണിൽ ടോക്കൺ പോക്കറ്റ് പോലുള്ള ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ BNB USDT പോലെയുള്ള 2 ക്രിപ്റ്റോ കറൻസികളെ ലോഡ് ചെയ്യുക. BNB ഈ സിസ്റ്റത്തിന്റെ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഗ്യാസ് ഫീക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. USDT ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ ഭാഗമാക്കായി മാറുന്നത്. അങ്ങനെ ഭാഗമാക്കായിട്ട് മാറുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ അസറ്റുകൾ വാങ്ങാനും അതിന്റെ മൂല്യവർദ്ധനയ്ക്ക് അനുസരിച്ച് വിറ്റ് ലാഭമെടുക്കാനും, ലാഭം എടുക്കുന്ന സമയത്ത് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് USDT ആയിട്ട് തന്നെ ആ പേയ്മെന്റ് കിട്ടുന്ന ഒരു സംവിധാനം. USDT എന്ന് പറയുന്നത് ലോകത്ത് ഏത് രാജ്യത്തു നിന്നും വാങ്ങാൻ സാധിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. എപ്പോഴും US ഡോളറിന് തുല്യമായ രൂപത്തിൽ മൂല്യം നിർണ്ണയിക്കപ്പെടുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ വളരെ കൃത്യമായ ഒരു ട്രാൻസാക്ഷൻ മീഡിയ ആയിട്ട് ഇന്ന് ലോകം മുഴുവൻ USDT ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആണെങ്കിലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സിസ്റ്റം TetherOcean.com എന്ന സിസ്റ്റം, ആ സിസ്റ്റം ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ അൽഗോരിതം അത് വ്യത്യസ്തമാണ്. ആ അൽഗോരിതത്തിന് ലോകത്തൊരു പേര് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, വുഡ, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. വില കൂടുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്. ഇത്തരമൊരു സാഹചര്യം പലപ്പോഴും നമ്മുടെ മുൻ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവർക്കോ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിൽക്കുന്നവർക്കോ ചില സംശയങ്ങൾ വന്നുകൂടായികയില്ല. വില കൂടുക മാത്രം ചെയ്യുന്നൊരു സയൻസോ, അത് പോസിബിൾ ആണോ? ലോകത്ത് അങ്ങനെ വില കൂടുക മാത്രം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? എപ്പോഴെങ്കിലും വില കുറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം കച്ചവടം എന്ന് പറയുമ്പോൾ, ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അത് ട്രഡീഷണൽ ആണെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിലും വില കയറുകയും ഇറങ്ങുകയും ചെയ്യണം. ചെറിയ വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കണം. അപ്പോ ചെറിയ വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കണമെങ്കിൽ വില കയറുകയും ഇറങ്ങുകയും ചെയ്യണമല്ലോ. ഇങ്ങനെ ചില ചിന്തകളിലൂടെയാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ TetherOcean ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് ആണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് പ്രൊജക്ട് സെഗ്മെന്റിൽ വരുന്ന ആദ്യത്തെ പ്രൊജക്റ്റുമാണ്. അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്.
അതായത് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വന്തമാക്കുന്ന ഡിജിറ്റൽ അസറ്റുകൾ, ആ ഡിജിറ്റൽ അസറ്റുകൾ പൂർണ്ണമായിട്ടും വില കൂടുക മാത്രം ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നോക്കൂ, ഇതിന്റെ ബൈ പ്രൈസ് ഇന്നൊരാൾ വാങ്ങുകയാണെങ്കിൽ ആ ബൈ പ്രൈസ് 2.267963 എന്ന വിലക്കാണ്. 2.267963 എന്ന വിലക്കാണ് ഈ സിസ്റ്റത്തിൽ ഒരാൾ വാങ്ങൽ നടത്തുക. ഒരാൾ വിൽക്കണമെങ്കിൽ 2.267957 എന്ന പ്രൈസിലാണ് ഇന്ന് വിൽക്കാൻ സാധിക്കുക. ഈ സിസ്റ്റത്തിൽ ഇതുവരെ വന്നിരിക്കുന്ന പർച്ചേസിലൂടെ ഈ സിസ്റ്റം പ്രത്യേകമായി തയ്യാറാക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ലിക്വിഡിറ്റി, ഒരു ട്രഷറി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ സിസ്റ്റം പോകുന്നത്. ഏകദേശം 4 ലക്ഷത്തിന് മേലെ USDT ഇതിന്റെ ഫൈനൽ ലിക്വിഡിറ്റി ആയിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. ഈ സിസ്റ്റത്തിൽ വരുന്ന ഓരോ ആൾക്കാർക്കും ഒരു ഡിജിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡിജിറ്റൽ അസറ്റുകളുടെ എണ്ണം 1,79,000 മേലെ ആയിട്ടുമുണ്ട്. എന്നാൽ ഈ സിസ്റ്റത്തിന്റെ കോൺട്രാക്ട് ബാലൻസിലേക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, സ്മാർട്ട് കോൺട്രാക്റ്റിൽ Web20 പ്ലാറ്റ്ഫോമിലുള്ള ബ്ലോക്ക് ചെയിൻ വാലറ്റിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം $4,54,000 നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ മൂല്യങ്ങൾ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. ഫൈനൽ ലിക്വിഡിറ്റി, ഫൈനൽ കോയിൻ, സ്മാർട്ട് കോൺട്രാക്ട് ബാലൻസ്, ഇതൊക്കെ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെ കൃത്യമായിട്ട് പഠിച്ചാൽ, ഈ ബന്ധങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും ടെതർ ഓഷ്യൻ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമുക്ക് അനന്ത സാധ്യതയുള്ള ഈ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. അത്തരത്തിൽ സാധിക്കുന്ന ഇൻഫോർമേഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന്, ഈ സിസ്റ്റത്തിന്റെ ചില പ്രത്യേകതകൾ. ഒന്ന്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ ആൻഡ് സെൽ. ആര് വാങ്ങിയാലും വിറ്റാലും വില കൂടിക്കൊണ്ടേയിരിക്കും. വാങ്ങുന്നവരുടെ എണ്ണം കൂടുമ്പോഴും വിൽക്കുന്നവരുടെ എണ്ണം കൂടുമ്പോഴും വില കൂടുക എന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ഈ സിസ്റ്റം തുടങ്ങുന്ന സമയത്ത് ഈ ബൈ പ്രൈസ് എന്ന് പറയുന്നത് 0.01 എന്നായിരുന്നു. 2024 മാർച്ച് 20 ഈ സിസ്റ്റം ലോഞ്ച് ചെയ്യുന്ന സമയം അന്നാണ്. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് എൻക്രിപ്റ്റഡ് മോഡിൽ ഒരു വാലറ്റുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയിനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് 0.01 USDT ആയിരുന്നു ബൈ പ്രൈസ്. അന്ന് സെൽ പ്രൈസ് 0 ആയിരുന്നു. കാരണം ഈ സിസ്റ്റത്തിലെ യൂണിറ്റുകളുടെ എണ്ണം അന്ന് 0 ആയിരുന്നു. ടോട്ടൽ മിൻറ്റഡ് യൂണിറ്റ്സ് എന്ന ഫിഗർ നോക്കുമ്പോൾ അത് 0 എന്നായിരുന്നു. ലിക്വിഡിറ്റി അതും 0 ആയിരുന്നു. അതായത് എല്ലാ വാല്യൂം 0 സെറ്റ് ചെയ്തുകൊണ്ട് 0.01 USDT മാത്രം ബൈ പ്രൈസ് വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരാശയം. 2024 മാർച്ച് 20 തുടങ്ങിയ ഒരു ആശയം. 2024 മാർച്ച് 21 ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് ഈ സിസ്റ്റത്തിൽ നടക്കുമ്പോൾ ആ സമയം മുതൽ ഈ സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻസ് തുടങ്ങാൻ തുടങ്ങി. അന്ന് മുതൽ പ്രൈസ് ചേഞ്ചിങ് സമയം തുടങ്ങി. ആ പ്രൈസ് ചേഞ്ചിങ് ആണ് ഇന്ന് ഈ സിസ്റ്റത്തെ ഈ ലെവലിലേക്ക് എത്തിച്ചു തരുന്നത്. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിച്ചെടുക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. ഞാൻ അതിനുവേണ്ടി സിസ്റ്റത്തെ ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെതർ ഓഷ്യൻ, ടോവ മാർക്കറ്റ് പ്ലേസ് 2 പ്രൊജക്റ്റുകളെ കാണാൻ സാധിക്കും. ടെതർ ഓഷ്യൻ എന്ന ബേസ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ സിസ്റ്റത്തിന്റെ തുടക്കം. ഈ പ്ലാറ്റ്ഫോമിലേക്ക് 5 ആഡ് ഓൺ പ്രൊജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രൂപത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് ടോവ എന്ന രൂപത്തിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് വന്നത് 2025 മാർച്ച് 18 ഏകദേശം 1 വർഷം സമയം കൊണ്ടാണ് ആദ്യത്തെ ആഡ് ഓൺ പ്രൊജക്ട് സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത്. ഇത് വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മളിൽ പലർക്കും എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. ഇനി അടുത്ത ആഡ് ഓൺ പ്രൊജക്ട് ടോവ എക്സ് എന്ന പേരിൽ ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ഓൺ ചെയ്ത് വരാൻ പോകുന്നു 2025 സെപ്റ്റംബർ 30. അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളിലേക്ക് അടുത്ത ആഡ് ഓൺ പ്രൊജക്റ്റുകളും കയറി വരാൻ പോകുന്നു. അതിനുശേഷം 3 ആഡ് ഓൺ പ്രൊജക്റ്റുകളെയും ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത് വരാനുണ്ട്. ടോട്ടൽ ഇക്കോ സിസ്റ്റം 100% ഫ്രൂട്ട്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ 5 ആഡ് ഓൺ പ്രൊജക്റ്റിന്റെയും സാധ്യത ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുമ്പോഴാണ്. എന്നാൽ അതിനുവേണ്ടി ആരും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ടെതർ ഓഷ്യൻ തന്നെ അനന്ത സാധ്യതയുള്ള ഒരു മേഖല ഓൾറെഡി പലർക്കും പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. ഞാൻ ടെതർ ഓഷ്യൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ഉപയോഗിക്കുന്ന വാലറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്യുകയാണ്.
ഞാൻ നേരത്തെ കാണിച്ച പ്രൈസിങ്, ആ പ്രൈസിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ പ്രൈസിങ് അനുസരിച്ച് 2.268047 ആണ് ഇപ്പോഴത്തെ ബൈ പ്രൈസ്. ഇപ്പോഴത്തെ സെൽ പ്രൈസ് 2.267963 ആണ്. ഈ ബൈ പ്രൈസ് വന്നിരിക്കുന്നത് ഈ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ കോയിൻ എന്ന സംഖ്യയിലാണ്. 4,673.8623 എന്ന സംഖ്യയെ 1,79,305.7554 എന്ന എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഇവിടെ കാണുന്ന ബൈ പ്രൈസ് ആയ 2.268047 എന്ന പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോ ഈ ലിക്വിഡിറ്റി എന്ന സംഖ്യയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും? പ്രൈസ് മാറും. ഫൈനൽ കോയിൻ എന്ന സംഖ്യയിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ പ്രൈസ് മാറും. അപ്പൊ നമ്മൾ ഇനി എന്താണ് പഠിക്കേണ്ടത്? ഫൈനൽ ലിക്വിഡിറ്റി എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് അതിൽ മാറ്റം വരിക, ഫൈനൽ കോയിൻ എങ്ങനെയാണ് വരിക, അതിലെങ്ങനെയാണ് മാറ്റം വരിക. അതിന് ബുഡ ടെക്നോളജിയിൽ ബേസ് ആയി നിൽക്കുന്ന ഒരു കാൽക്കുലേഷൻ നമ്മൾ പഠിക്കണം. ആ കാൽക്കുലേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. വാങ്ങുന്ന സമയം വാങ്ങാൻ വേണ്ടി ആര് എത്ര സംഖ്യ ഉപയോഗിക്കുന്നോ അതിന്റെ 52% ഈ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. 52% ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. പകരം ആ കസ്റ്റമർക്ക് വാങ്ങുന്ന സംഖ്യയുടെ 35% വരെയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നോക്കൂ, 52% ലിക്വിഡിൽ ആഡ് ചെയ്യപ്പെടുമ്പോൾ പകരം 35%-നുള്ള യൂണിറ്റേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇതിനർത്ഥം 17% എക്സ്ട്രാ ഫണ്ട് ലിക്വിഡിറ്റിയിൽ ആഡ് ചെയ്യപ്പെട്ടു വെച്ചു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കോയിൻ അനുപാതം എടുക്കുമ്പോൾ വില കൂടുക മാത്രമേ ചെയ്യൂ. ഇനി വിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ വിൽക്കുന്ന സമയത്ത് എത്ര യൂണിറ്റ് ആണോ വിൽക്കുന്നത് അത്രയും യൂണിറ്റ് ഈ ഫൈനൽ കോയിനിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകും, നശിപ്പിച്ച് കളയും, ബേൺ ചെയ്ത് പോകും. അപ്പോ ഇപ്പൊ 1,79,305 യൂണിറ്റ്സ് ഉള്ള സമയത്ത് ഒരാൾ 1000 യൂണിറ്റ് സെല്ല് ചെയ്താൽ ആ സെല്ല് ചെയ്യുന്നത് 2.267963 എന്ന സംഖ്യയെ ബേസ് ചെയ്തിട്ടാണ് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ആ 1000 യൂണിറ്റ് ഇവിടെ ബേൺ ചെയ്യപ്പെടും. അപ്പൊ 1,78,305.7554 യൂണിറ്റ് ആയിട്ട് ഇവിടെ എണ്ണം കുറയും. ഇവിടെ പേയ്മെന്റ് കൊടുക്കണം. എത്ര കൊടുക്കണം? $2,267.963 കസ്റ്റമർക്ക് കൊടുക്കണം. അത് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുകയും അതിന്റെ 90% എത്രയാണോ അത് ഈ ലിക്വിഡിറ്റിയിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പൊ സെല്ല് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ നമുക്ക് അതിന്റെ പേയ്മെന്റ് തിരിച്ചു കിട്ടും. ഈ പ്ലാറ്റ്ഫോം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്ത സിസ്റ്റത്തിൽ എന്റെ കയ്യിലേക്ക് വരുന്ന സമയത്ത് ഏപ്രിൽ 2-ാം തീയതിയായി. ഏപ്രിൽ 2-ാം തീയതി വൈകിട്ട് ഞാൻ $100 കൊണ്ട് ബൈ ചെയ്തു. ആ $100 ബൈ ചെയ്തതിനു ശേഷം ഇതുവരെയുള്ള ടോട്ടൽ ബൈ വോളിയം എടുത്ത് പരിശോധിച്ചാൽ $3,499 ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ഇതുവഴി എനിക്ക് ലഭിച്ച യൂണിറ്റുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ 4,199.0756 യൂണിറ്റ്സ് എനിക്ക് ബൈ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിലൂടെ ടോട്ടൽ $3,499 സ്പെൻഡ് ചെയ്ത് 4,199 യൂണിറ്റ്സ് എനിക്ക് വാങ്ങാൻ സാധിച്ചു. 4,199 യൂണിറ്റ്സ് ഇന്ന് സെല്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4,199 ഗുണം 2.26 $9,489 എനിക്കിന്ന് സെല്ല് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ വാങ്ങിയത് 3,499-ന്. എനിക്ക് ആ യൂണിറ്റ് സെല്ല് ചെയ്യാൻ സാധിച്ചാൽ $9,489 എടുക്കാം. ഇത് എടുക്കാമെന്ന് പറയുമ്പോൾ സിസ്റ്റം അവിടെ ഒരു കണ്ടീഷൻ വച്ചിട്ടുണ്ട്. വാങ്ങിയ എമൗണ്ട് എത്രയാണോ അതിന്റെ ഇരട്ടി മാത്രമേ സെല്ല് ചെയ്യാൻ സാധിക്കൂ. സോ 3,499-ന്റെ ഇരട്ടി $6,998. 6,998 സെല്ല് ചെയ്തെടുക്കാൻ സാധിക്കൂ. ബാക്കിയുള്ള എമൗണ്ട് സെല്ല് ചെയ്യണമെങ്കിൽ റീബൈ ചെയ്ത് എന്റെ ബൈയിങ് ലിമിറ്റ് കൂട്ടണം. കൂട്ടിയാൽ അതിന്റെ ഇരട്ടി എന്ന രൂപത്തിൽ എനിക്ക് വീണ്ടും സെല്ല് ചെയ്യാം. സോ $1,000 കൊണ്ട് വീണ്ടും ബൈ ചെയ്താൽ എനിക്ക് അപ്പൊ തന്നെ സിസ്റ്റം ഒരു $350 യൂണിറ്റോടെ തരും. മൊത്തം $2,841 ആയി. അതിൽ നിന്ന് $2,000 എനിക്ക് അപ്പൊ വീണ്ടും സെല്ല് ചെയ്യാം. അപ്പോഴും $841 യൂണിറ്റ്സ് എന്റെ കയ്യിൽ അപ്പോഴും ബാക്കി ഉണ്ടാകും. ഞാൻ ഈ കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങൾ വന്നേക്കാം. ഒരുപക്ഷെ ഒന്നും വ്യക്തമാവാത്ത സാഹചര്യവും ഉണ്ടായേക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങുന്ന ഓരോ വാങ്ങൽ പ്രക്രിയയിലും
ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോ ഞാൻ വിൽക്കുന്ന ഓരോ വിൽപ്പനയിലും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിക്കൊണ്ടിരിക്കും. ഞാൻ വാങ്ങുന്നത് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ വിൽക്കുന്നത് എന്റെ ലാഭം എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് അതിന് വില കിട്ടും. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? നമ്മൾ കേരളത്തിൽ നിൽക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ഒരാൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തു, നമുക്ക് വില കൂടുന്നു. അമേരിക്കയിൽ ഒരാൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു, നമുക്ക് വില കൂടുന്നു. തായ്ലാന്റിൽ ഒരാൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു, നമുക്ക് വില കൂടുന്നു. സോ ലോകം മുഴുവൻ ഈ സിസ്റ്റം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ, ഈ സിസ്റ്റത്തിലേക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കയറി വന്നാൽ, ഈ സിസ്റ്റം ലോകം മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഇതുവരെ ലോകത്ത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക വഴി ലാഭം മാത്രം കിട്ടുന്ന ഒരു സിസ്റ്റം ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. വില കൂടുക മാത്രം ചെയ്ത സയൻസ് കൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറിനും ഈ സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. അത് പറയുമ്പോ നമുക്ക് പരിചയമുള്ള വാങ്ങലും വിൽക്കലും ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഉണ്ട്, കമോഡിറ്റി മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിലെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയേ, നമ്മൾ വാങ്ങുന്ന യൂണിറ്റിന്റെ അതുമായി ബന്ധപ്പെട്ട ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലാതെയും ചൈനീസ് ആർമി ഇന്ത്യൻ ബോർഡറിൽ വന്നാൽ മാർക്കറ്റ് ഇടിയുന്നു. അമേരിക്കയിൽ ഒരാൾ പ്രസിഡന്റായി ജയിച്ചാൽ മാർക്കറ്റ് അപ്പാകുന്നു. സത്യത്തിൽ ഈ പറയുന്ന സബ്ജക്റ്റുകളൊന്നും തന്നെ മാർക്കറ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബാധിക്കേണ്ടതല്ല. പക്ഷെ ഇതെല്ലാം ഇവന്റായി വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും പലരും ഈ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഇത്തരം മേഖലയെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വാങ്ങാൻ തയ്യാറാകുമ്പോൾ വില കൂടുന്നു, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വിൽക്കാനിടുമ്പോൾ വില കുറയുന്നു. വാങ്ങലും വിൽക്കലും ചില കോക്കസിന്റെ, ചില മാഫിയകളുടെ, ചില പ്ലെയേഴ്സിന്റെ കൈകളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ പല മാർക്കറ്റും ആളുകൾക്ക് ഒരു പിടുത്തവും കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രേഡ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് എന്ന രൂപത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നതായിട്ട് പലപ്പോഴും പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും, ഇതിനെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പല ഏജൻസിയുടെ സപ്പോർട്ട് ഉള്ളപ്പോഴും അതിനെ ഒരു തരത്തിലും സാധാരണക്കാരന് ലാഭകരമാക്കി മാറ്റുന്ന രൂപം നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ടെറോസ് എന്ന പ്ലാറ്റ്ഫോം വളരെ വ്യക്തമായ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു. ആ ഫോർമുല വളരെ കൃത്യമാണ്. ലിക്വിഡിറ്റി ഡിവൈഡ് ബൈ യൂണിറ്റ് നമ്പറിനെ ബേസ് ചെയ്ത് മാത്രമേ ഇവിടെ വില ഉണ്ടാകൂ. ഈ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ ആഡ് ഓൺ പ്രൊജക്റ്റുകളും ഈ സിസ്റ്റത്തിൽ കൊണ്ടുവരിക. ഇപ്പോ 2.268072 നമ്മൾ കണ്ടു. ഇതിന്റെ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്റ്റ് ആയ ടോവ മാർക്കറ്റ് പ്ലേസിലേക്ക് വരുമ്പോ ഈ വിലയുടെ 5 ഇരട്ടിയായിട്ടാണ് വില നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം ടോവ മാർക്കറ്റ് പ്ലേസിന്റെ വില എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുന്നു, നമ്മൾ ടോവ മാർക്കറ്റ് പ്ലേസിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യുന്നു. ടോവ മാർക്കറ്റ് പ്ലേസിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ടോവ മാർക്കറ്റ് പ്ലേസിന്റെ പ്രൈസിംഗിന്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ കണ്ട വിലയുടെ 5 ഇരട്ടിയായിട്ട് വില വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനി ടോവ എക്സ് വരുമ്പോഴും അതുപോലെ തന്നെ ആ കണ്ട ബൈ പ്രൈസ് എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള പ്രൈസിംഗ് ആയിരിക്കും ടോവ എക്സിലും വരിക. സോ വില നിർണ്ണയം പൂർണ്ണമായിട്ടും ടെതറോഷനിലാണ്. ഇവിടെ നോക്കൂ, ടെതറോഷിന്റെ വിലയുടെ 5 ഇരട്ടി 11.340336 എന്ന വിലയിലാണ് ഇപ്പോ ടോവ എന്ന പ്രൈസ് നിൽക്കുന്നത്. ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2025 മാർച്ച് 18-നാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഓരോ ആളുകൾക്കും ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നു. അഡ്വാൻറ്റേജ് ഇങ്ങനെയാണ്. ടെറോഷൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വാങ്ങിയാൽ അതിന്റെ 35% $350 യൂണിറ്റ്സ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ ടോവ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോ $1000 വാങ്ങിയാൽ $1000 യൂണിറ്റ്സ് കിട്ടുമായിരുന്നു. 35% നിന്ന് ഗ്രോത്ത് വരണം, 100% എത്തണം. എന്നിട്ടും വരുന്ന ഗ്രോത്ത് മാത്രമേ നമുക്ക് ലാഭമായിട്ട് എടുക്കാൻ സാധിക്കൂ. എന്നാൽ ടോവയിൽ വന്നപ്പോ $1000 തന്നെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രോത്തിന് ലിമിറ്റ് വെച്ചു 30%. 30%-ത്തിൽ കൂടുതൽ ലാഭം എടുക്കാൻ സാധിക്കില്ല. എന്നാൽ ടെതറോഷനിൽ എത്ര വേണം ലാഭം എടുക്കാം. ലാഭം എത്ര വന്നാലും 200% വിൽക്കാം. ബാക്കിയുള്ളത് വിൽക്കണമെങ്കിൽ റീബൈ ചെയ്ത് മാത്രമേ വിൽക്കാൻ സാധിക്കൂ. റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി വിൽക്കാം. എന്നാൽ ടോവ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോ 30%-ത്തിൽ കൂടുതൽ നമുക്ക് ലാഭം എടുക്കാൻ പറ്റില്ല. 30% എത്താതെയും ലാഭം എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർക്ക് ആ പ്രൊജക്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഭാഗമായി സിസ്റ്റത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ 2024
മാർച്ച് 20 മുതൽ 2025 മാർച്ച് 18 വരെയുള്ള സമയത്ത് വെറും 1790 പേരാണ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറിയതെങ്കിൽ ഈ സിസ്റ്റത്തിൽ 2025 മാർച്ച് 18 മുതൽ ടോവർ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം ഈ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയുണ്ടായി. ആ മാറ്റം ഈ സിസ്റ്റത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ എണ്ണത്തിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റി. നമുക്ക് പരിശോധിക്കാം ആ കമ്മ്യൂണിറ്റി എത്രയുണ്ടെന്ന്. ഇതിനുവേണ്ടി ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ലോഗിൻ ചെയ്യണം. ജസ്റ്റ് കോൺട്രാക്ട് ബാലൻസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലോക്ക് ചെയിനിലേക്ക് പോയി ഈ സിസ്റ്റത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. BSC സ്കാൻ വെബ്20 പ്ലാറ്റ്ഫോമിന്റെ ബ്ലോക്ക് ചെയിൻ ആണ്. ബ്ലോക്ക് ചെയിനിൽ നമ്മൾ കാണുന്നു 4,54,070 ബാലൻസ് ഉള്ളതായിട്ട് കാണുന്നു. ഓരോ സമയത്തെയും ട്രാൻസാക്ഷൻസ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. 1 മിനിറ്റ് മുമ്പ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 2 മിനിറ്റ് മുമ്പ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 4 മിനിറ്റ് മുമ്പ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 13 മിനിറ്റ് മുമ്പ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനെയും നമുക്ക് പരിശോധിക്കാം. അത് എത്ര എമൗണ്ടിന്റെ ആണെന്ന് കാണണമെങ്കിൽ ടോക്കൺ ട്രാൻസ്ഫറിൽ പോയാൽ മതി. ഇതേ ട്രാൻസാക്ഷൻ തന്നെ 2 മിനിറ്റ് മുമ്പുള്ള ട്രാൻസാക്ഷൻ എത്ര എമൗണ്ടിന്റെ ആണ്? 0.10. നോക്കൂ, ട്രാൻസാക്ഷൻ നടത്താൻ പോലും മിനിമം ഇത്ര വേണം, ഇത്ര ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഒരു കണ്ടീഷൻ പോലും ഈ സിസ്റ്റം പറയുന്നില്ല. കാരണം ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ നിന്ന് ഗ്യാസ് ഫീ കൊടുത്ത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഏത് സംഖ്യയും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ കോൺട്രാക്ട് എന്ന മെനു ഉണ്ട്. ആ മെനു എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ റീഡ് കോൺട്രാക്ട് എന്ന മെനു കാണാൻ സാധിക്കും. അവിടെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത എല്ലാ മെനുവും അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഇതെല്ലാം ബ്ലോക്ക് ചെയിനിൽ ആയതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ആർക്കും പരിശോധിക്കാവുന്ന രൂപത്തിലേക്ക് വരുന്നത്. ഇത് എന്റെ മൊബൈലിൽ മാത്രമല്ല, ലോകത്ത് ആർക്കും എവിടെ ഇരുന്നു കൊണ്ടും ഇതെല്ലാം പരിശോധിക്കാവുന്നതാണ്. ഇവിടെ 22ാമത്തെ മെനുവായ യൂസർ ഐ ഡി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം 9799. അതായത് 1790 നിന്ന സാധനം ഇന്ന് 9799 ആയി എന്ന് പറയുമ്പോൾ 8009 പുതിയ വാലറ്റുകൾ വെറും 5 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു വർഷം കൊണ്ട് 1790 നിന്ന് 5 മാസം കൊണ്ട് 8009 വാലറ്റുകൾ അഡീഷണൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള കാരണം വരവോടെയായിരുന്നു. ഇനി അതാ സെപ്റ്റംബർ 30-ാം തീയതി X വരുമ്പോ അതിന്റെ സ്പീഡ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഈ ആശയവുമായി ബന്ധപ്പെട്ട് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സിസ്റ്റത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്കുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. സുഹൃത്തുക്കളെ, ഈ ആശയത്തെ കുറിച്ചാണ് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത്. ഈ ആശയത്തിന്റെ സാധ്യതയാണ് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത്. ആ സാധ്യത ഒന്ന് മനസ്സിലാക്കിയാൽ ഇനി വരാൻ പോകുന്ന സമയം ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ആ നേട്ടങ്ങളിലേക്ക് കുതിക്കണമെങ്കിൽ ഈ സിസ്റ്റത്തിലേക്ക് ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കടന്നു വരാൻ ടെതറോഷനായ ബേസ് പ്ലാറ്റ്ഫോമിൽ $20 കൊണ്ട് നമ്മൾ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. അതായത് $20 കൊണ്ട് ഒരു യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് അർത്ഥം. അങ്ങനെ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ $20 യൂണിറ്റ് പർച്ചേസ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ലോഗിൻ ചെയ്യുമ്പോൾ ടെതറോഷൻ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം, അവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്യാം. ടോവർ മാർക്കറ്റ് പ്ലേസിൽ ലോഗിൻ ചെയ്യാം, അവിടെ നിന്ന് ബൈ ചെയ്യാം. ടോവർ X വരുമ്പോൾ അവിടെ നിന്നും ലോഗിൻ ചെയ്യാം, ബൈ ചെയ്യാം. എല്ലാത്തിലേക്കും ഒരു എൻട്രിയാണ് $20 ബൈ. അങ്ങനെ $20 ബൈ ചെയ്തതിനു ശേഷം ആ $20 തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒതുങ്ങി നിൽക്കാം. ഒതുങ്ങി നിന്നാലും നിങ്ങൾക്ക് കിട്ടിയ യൂണിറ്റിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വില കൂടി പോകുമ്പോ അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. എത്ര എമൗണ്ടിൽ? പരമാവധി $40 വരെ. അതിൽ കൂടുതൽ മൂല്യം വന്നാലോ അതും നിങ്ങൾക്ക് എൻകാഷ് ചെയ്യാം. എന്ത് ചെയ്യണം? റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി നിങ്ങൾക്ക് എൻകാഷ് ചെയ്യാം. സോ വളരെ കൃത്യമായ ഒരു സയൻസ് ഈ സിസ്റ്റം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നു. ആ സയൻസ് എന്താണ്? $1 പോലും ആർക്കും നഷ്ടമില്ലാത്തൊരു സിസ്റ്റം. നമുക്ക് പരിചയമുണ്ട് ധാരാളം ട്രെയിനിങ് പ്ലാറ്റ്ഫോമുകളെ. ആ ട്രെയിനിങ് പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ രജിസ്ട്രേഷൻ എന്നൊക്കെ ഒരു എമൗണ്ട് പറയും. അതിൽ നിന്ന് പ്രത്യേകിച്ച് റവന്യൂ നമുക്ക് കിട്ടാറില്ല. അതൊരു നഷ്ടമായിരിക്കും. റോബോട്ടിക് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ട്രേഡിംഗ് പരിചയപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, ഫോറക്സ് ഇൻഡസ്ട്രിയുള്ള പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ഒരു രജിസ്ട്രേഷൻ എമൗണ്ട് കൊടുത്താൽ അതിൽ നിന്നും റിട്ടേൺസ് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. $20 കൊടുക്കുന്നതും നമുക്കൊരു യൂണിറ്റ് ആയിട്ട് മാറുന്നു. ആ യൂണിറ്റ് നമുക്ക് വരുമാനമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അവിടെ നിന്ന് വീണ്ടും ടെതറോഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വാങ്ങാം. എത്ര വാങ്ങിയാലും പരമാവധി $1000 ആണ് ഒരു സിംഗിൾ ബൈ എന്ന് പറയുന്നത്. അങ്ങനെ $10,000 വിചാരിക്കുക.
വിചാരിച്ചാൽ അതിന്റെ 35%, $3,500 യൂണിറ്റ്സ് ഇനീഷ്യലി കിട്ടും. ആ കിട്ടുന്ന യൂണിറ്റുകൾ അല്പം കാത്തിരുന്നാൽ വളരെ വലിയൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. ആ വിൽപ്പനയുടെ സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോ കഴിഞ്ഞ 16 മാസങ്ങൾ പിന്നിട്ടപ്പോ ഈ സിസ്റ്റത്തിൽ 7 മടങ്ങും 8 മടങ്ങും 10 മടങ്ങും 12 മടങ്ങും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ നിരവധി ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ വിലയ്ക്ക് യൂണിറ്റുകൾ കിട്ടി. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ 2024 ഏപ്രിൽ 2-ാം തീയതിയാണ് വാങ്ങുന്നത്. വാങ്ങുന്ന സമയത്ത് $100 വാങ്ങിയത്. അന്ന് എനിക്ക് കിട്ടിയ യൂണിറ്റുകളുടെ എണ്ണം 273 ആയിരുന്നു. 273 യൂണിറ്റുകൾ സെല്ല് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് വളരെ ചെറിയ സംഖ്യ മാത്രമാണ്. കാരണം ഞാൻ ഈ സിസ്റ്റത്തെ ഡെമോ ചെയ്താൻ പോയപ്പോ ഓരോ ആളുകളെയും ഇത് വിൽക്കാൻ എളുപ്പമാണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ആദ്യമായിട്ട് ഞാൻ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 മെയ് 7-ാം തീയതിയാണ്. അന്ന് ഒരാളുടെ മുമ്പിൽ 30 കോയിൻ സെല്ല് ചെയ്ത് കാണിക്കുമ്പോൾ എനിക്ക് ലഭിച്ചത് വെറും $4.44 ആണ്. എന്നാൽ ഇതേ 30 കോയിൻ ഇന്ന് എന്റെ കൈവശം ഉണ്ടെങ്കിൽ അത് എനിക്ക് വിറ്റാൽ ഇന്ന് $2.26 വിൽക്കാം. അതായത് $63 മേലെ അതിന്റെ മൂല്യത്തിൽ എനിക്ക് വിൽക്കാൻ സാധിക്കും. ഇവിടെ ആ $100 കിട്ടി 273 യൂണിറ്റും ഇന്നത്തെ കൈവശം ഉണ്ടെങ്കിൽ എനിക്കിന്നത് $620 വിൽക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏപ്രിൽ 2 മുതൽ ഇന്ന് ഓഗസ്റ്റ് 29 വരെയുള്ള സമയം, ഏകദേശം 15 മാസം, ഒരു $100 $620 മാറി എന്ന് പറയുമ്പോൾ $100 വാങ്ങുന്ന സമയത്ത് വെറും 35% വിലയുള്ള $35 മൂല്യമുള്ള യൂണിറ്റ് ആണ് 273 എന്ന് പറയുന്നത്. ആ $35 മൂല്യത്തിൽ നിന്നാണ് $620 മൂല്യത്തിലേക്ക് ആ സിസ്റ്റം എത്തിയത്. ഞാൻ വിറ്റുപോയത് കൊണ്ട് എനിക്കത് എൻകാഷ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വിൽക്കാതെ കാത്തു സൂക്ഷിച്ച നിരവധി ആൾക്കാരുണ്ട്. അവരെല്ലാം ഇതുപോലെ 6 ഇരട്ടിയും 7 ഇരട്ടിയും 8 ഇരട്ടിയും വരുമാനം ഉണ്ടാക്കുന്നു. ഇനി വരാൻ പോകുന്ന ഒരു 5 മാസം, സെപ്റ്റംബർ 30 മുതലുള്ള ഒരു 5 മാസം, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പൂർത്തീകരിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ 5 മാസത്തിൽ കിട്ടിയ അതേ ഗ്രോത്ത്, അതേ പെർസെന്റേജ് ഓഫ് ഗ്രോത്ത്, അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഫെഡറേഷനിൽ ഞാൻ നോക്കിക്കാണുന്നുണ്ട്. കഴിഞ്ഞ 16 മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. സോ അത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ ഇന്ന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഫെഡറേഷനിൽ തന്നെയുണ്ട്. ഇവിടെ കൃത്യമായി സിസ്റ്റത്തെ മനസ്സിലാക്കാൻ, കൃത്യമായി ഈ സിസ്റ്റം പഠിക്കാൻ, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ വരാൻ പോകുന്ന ഓണക്കാലം, ആ ഓണക്കാലത്തിന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇനി 2026 ഓണം എങ്ങനെയായിരിക്കണം, അതിൽ സമ്പൽ സമൃദ്ധിയുടെ എല്ലാ അർത്ഥങ്ങളും നമ്മുടെ കുടുംബത്തിൽ വേണം. ഇന്ന് നമുക്കൊരു വീടുണ്ടെങ്കിൽ വീട് വെക്കണം. നമുക്കിന്നൊരു കാറില്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം. നമ്മുടെ ബാധ്യതകൾ, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ആണാകാശത്തിലേക്ക് നമുക്ക് തിരിയണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ തീരുമാനമെടുത്തോളൂ. ഒരു $20 കൊണ്ട് രജിസ്ട്രേഷൻ നടത്തി നമ്മുടെ സുഹൃത്തുക്കൾ, പരിചയക്കാർ, ബന്ധുക്കൾ, അയൽവാസികളായ നമുക്ക് പരിചയമുള്ള മേഖലയിലേക്കെല്ലാം ഈ ആശയത്തെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചോളൂ. വരുന്ന 2026 ഓണക്കാലം നിറഞ്ഞു കവിയുന്ന, മനസ്സു നിറഞ്ഞ, കുടുംബം മുഴുവൻ ഏറ്റവും സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്ന ഒരു ഓണക്കാലമായി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് പര്യാപ്തമായ റവന്യൂ സോഴ്സുകൾ ഈ സിസ്റ്റത്തിലുണ്ട്. ആ റവന്യൂ സോഴ്സുകളെ കുറിച്ച് കൃത്യമായി ആരാണോ ഈ മീറ്റിംഗ് ഹോളിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആശയത്തെ കുറിച്ച് വിശദമായി സംസാരിക്കുക. ഈ ആശയത്തിന്റെ പവർ ബോധ്യപ്പെട്ട് ഏറ്റെടുക്കുക. ഈ സിസ്റ്റത്തെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ, 2024 ഏപ്രിൽ 2-ാം തീയതി ഏറ്റെടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ സുഹൃത്ത്, ഈ പറഞ്ഞ ആശയങ്ങൾ, അതിന്റെ വരുംപരായകൾ, ഇതെല്ലാം ഒരു മാസക്കാലം എടുത്ത് പഠിച്ച് മെയ് 7-ാം തീയതി പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത സെക്കൻഡ് മുതൽ ഇന്ന് വരെയുള്ള ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓരോ നിമിഷവും പുതിയ പുതിയ മേഖലയിലേക്ക് എങ്ങനെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാമെന്ന് ശ്രമിച്ചുകൊണ്ട്, കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം എങ്ങനെ എത്തിച്ചു കൊടുക്കാമെന്ന് ശ്രമിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയപ്പോ ഈ സിസ്റ്റം പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്കായ ഡയമണ്ട് റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഡയമണ്ട് റാങ്കിൽ നിന്നുകൊണ്ട് ഞാൻ ഈ സിസ്റ്റത്തെ പ്രയോജനപ്പെടുത്തിയപ്പോ ഇതിൽ ട്രേഡിംഗ് വോളിയമായി കിട്ടിയ വരുമാനം അത് എൻകാഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പ്രോ മാർക്കറ്റ് പ്ലേസിൽ 30% എന്ന പ്രോഫിറ്റ് പലപ്പോഴും വിറ്റ് പൈസ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.
ഏകദേശം $36,000 ബൈയും $23,000 സെല്ലും എനിക്ക് നടത്താൻ ടോവർ പ്ലാറ്റ്ഫോമിൽ സാധിച്ചിട്ടുണ്ട്. അതിലുപരി ഈ പ്ലാറ്റ്ഫോമിനെ മാർക്കറ്റ് ചെയ്യുക വഴി ഈ സിസ്റ്റത്തിലൂടെ വരുമാനം സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം $9,000 വരുമാനം കൊടുക്കുന്ന ലെവൽ അച്ചീവ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വിശ്വാസം, ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കോൺഫിഡൻസ് ഇന്ന് എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഈ സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എന്നൊരു വ്യക്തിയുടെ എക്സാമ്പിൾ മാത്രമല്ല. ഇന്ന് ഈ സിസ്റ്റത്തിലുള്ള നൂറുകണക്കിന് ആൾക്കാർ, എന്നെ പോലെ ഡയമണ്ട് ആയിട്ടുള്ള 4 ആൾക്കാർ, എമറാൾഡ്ഷിപ്പ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ, ഗോൾഡ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ, സിൽവർ ക്വാളിഫൈ ചെയ്ത ആൾക്കാർ, ഇവർക്കെല്ലാം ഇതേ വിശ്വാസത്തിന്റെ റേഞ്ച് ഉണ്ട്. അങ്ങനെ ഒരു പറ്റം ആൾക്കാർ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് പോയാൽ നമ്മൾ ഒറ്റക്കൈയായിരിക്കും, നമ്മൾ ഒറ്റയ്ക്ക് മാത്രമായിരിക്കും. എത്ര കോടി രൂപ ബിസിനസ്സിലേക്ക് മുടക്കിയാലും ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കി എടുക്കാനുള്ള കംപ്ലീറ്റ് പെയിനും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. ഒരു ഉപദേശ നിർദ്ദേശങ്ങളും കൃത്യമായ രൂപത്തിൽ ലഭിക്കാൻ വളരെ സാധ്യത കുറവാണ്. എന്നാൽ ഇവിടെ $20 രജിസ്റ്റർ ചെയ്തുകൊണ്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറിയാൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നേടിത്തരാൻ പറ്റുന്ന ഈ പ്ലാറ്റ്ഫോമിനെ വിശ്വസിക്കാനും കൂടെ നിൽക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു പറ്റം ആൾക്കാരുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ടെദ്രോഷൻ ലോകം മുഴുവൻ വ്യാപിക്കുമ്പോ, ലോകം മുഴുവൻ വുഡ ടെക്നോളജിയുടെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം വരുമ്പോ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം $10,000 വരുമാനമുള്ള ആളുകളായി മാറുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ $9,000 ദിവസം വിട്ടുവീഴ്ച ചെയ്തെടുത്ത എനിക്ക് 100% ഉറപ്പാണ്, ഒരു ദിവസം $10,000, നാളെയും $10,000, മറ്റന്നാളും $10,000 ലെവലിലേക്ക് ഉയരാൻ ഏത് സാധാരണക്കാരനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഒരു ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയും കണ്ടു പഠിക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. വിജയം സുനിശ്ചിതം. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസന്റേഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.